നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളിലും കരയുന്നവരാണോ? അല്ലെങ്കിൽ എന്ത് വിഷയം ജീവിതത്തിലുണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊന്നും ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന് വളരെയധികം വിഷമിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വിഷയം എന്താണെന്നല്ലേ, നിങ്ങളെ എങ്ങനെ ഇമോഷണലി സ്ട്രോങ് ആക്കാം, അതായത് സ്ത്രീകൾക്ക് എങ്ങനെ ഇമോഷണലി സ്ട്രോങ് ആകാം, ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. അപ്പോൾ അതിൽ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കരുത്. മറ്റുള്ളവർ എന്തോ ചിന്തിക്കട്ടെ, ഇത് എൻ്റെ ലൈഫാണ്, എന്ത് വന്നാലും നെഗറ്റീവോ പോസിറ്റീവോ നല്ലതോ ചീത്തയോ അത് ഞാനാണ് അനുഭവിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. മറ്റുള്ളവരെ പറ്റി ഒരിക്കലും അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നുള്ള അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതിലൊരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വിലപ്പെട്ട സമയം, അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന്, പ്രൊഫഷണൽ ഗ്രോത്തിന്, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിൽ മാത്രം ചിലവാക്കുക എന്നുള്ളതാണ്. പേടി, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമേ ഇല്ല. അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ കാര്യങ്ങളിലും സ്വന്തമായി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നിങ്ങൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2-3 ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയാണ്, ഇതിൻ്റെ കളർ നിനക്ക് ചേരില്ല, ഇത് കൊള്ളില്ല. രണ്ടാമത്തെ ആൾ പറയാണ്, ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്, അല്ലെങ്കിൽ ഈ ഫാഷൻ പഴയതായിരുന്നു, കുറച്ചുകൂടെ വേറെ ഒരു രീതിയിലുള്ളത് നിനക്ക് എടുക്കാം. ഇങ്ങനെ 2-3 പേർ പല അഭിപ്രായങ്ങൾ പറയും. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് അവിടെ ഇട്ടിട്ട് വരാനും മനസ്സില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുക. പക്ഷേ ആ ഒരു കാര്യത്തിൽ അവസാനം തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചായിരിക്കണം. കാരണം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഇപ്പോൾ ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാൻ തോന്നുന്നു, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്യുക, കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി കാണാൻ പോവുകയാണ്, ഫ്രണ്ട്സ് 10 പേര് പല അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സ്വന്തമായി വളരെ വ്യക്തവും വളരെ ശക്തവുമായ തീരുമാനങ്ങൾ എടുക്കാൻ ക്യാപ്പബിൾ ആവുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ഇതുവരെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ആർജിച്ചെടുക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ലൈഫിൽ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ജീവിതത്തിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ ഫുൾ ടൈം അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ജീവിതത്തിൽ വന്നാൽ നമ്മൾ എപ്പോഴും ആ പ്രോബ്ലംസിനെ പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാവും? ആ പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും. അതേസമയം ആ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം പോസിബിലിറ്റീസ് ആണ് തെളിഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ അറിയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആർക്കാണ് ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്തത്? പക്ഷെ നമ്മൾ കാണുന്ന പല മുഖങ്ങളും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നുന്നതിന് കാരണം എന്താണെന്നറിയോ? അവർ വളരെയധികം ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ട് ആ പ്രോബ്ലംസിനെ മറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലോട്ടാണ് വരുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് കഴിയുന്നതും എപ്പോഴും പ്രോബ്ലംസിനെ പറ്റി ചിന്തിച്ചിരിക്കാതെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇമോഷണലി കുറച്ച് സ്ട്രോങ് ആകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്ത് ചലഞ്ച് ലൈഫിൽ വന്നാലും നമുക്ക് വളരെ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ കുറേ കൂടെ ഇമോഷണലി വളരെ സ്ട്രോങ് ആകും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നാലാമത്തെ കാര്യം, മൈൻഡ് റിലാക്സ് ചെയ്ത് കുറേ സമയം സംസാരിക്കാതെ മൗനമായി ആരോടും ഒന്നും മിണ്ടാതെ ഇരിക്കാൻ ശീലിക്കുക. പൊതുവെ സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വർത്താനം പറയാതിരിക്കുക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നന്നായിട്ട് പരിശ്രമിക്കുക എന്നേ എനിക്ക് പറയാനാവൂ. കാരണം എന്താണ്, എപ്പോഴും നമ്മളെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ കുറേ സമയം നമ്മൾ മനസ്സ് വളരെ ഏകാഗ്രമാക്കി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊരു സംഭവം നമുക്ക് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ സമയം നമ്മളിങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ വെറുതെ എനർജി ഡ്രെയിനായി പോണത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രോബ്ലംസിനെ ഒന്നുകൂടെ നമുക്ക് സ്വയം ചിന്തിച്ച് വിലയിരുത്താൻ പറ്റും. അപ്പോൾ യാതൊരു പരിഹാരം ഇല്ല എന്ന് തോന്നുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ വളരെ മനസ്സ് ഏകാഗ്രമാക്കി ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അതിൽ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാതെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരായിട്ട് ഉണ്ടാകുന്ന ആർഗ്യുമെൻ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം സമയം മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നോ അത് ശീലിക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി 5th പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? പല സ്ത്രീകളും സ്വന്തമായി ഒരു തീരുമാനം അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇല്ലാത്തവരാണ്. അത് പലപ്പോഴും പേടി കൊണ്ടോ മറ്റുള്ള ആൾക്കാരോടുള്ള വിധേയത്വം കൊണ്ടോ ആണ് അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാത്തത്. അത് വളരെ ഒരു മോശം കാര്യമാണ്. നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ടോക്സിക്കായ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ കാണും, അല്ലെങ്കിൽ ടോക്സിക്കായ ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ കാണും. അവിടെയൊക്കെ അവർക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല, ഉറക്കെ സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആ ആൾക്കാർ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചിന്തിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും ആലോചിക്കാതെ വളരെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് മനസ്സിൽ അടക്കി വയ്ക്കാതെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ധൈര്യത്തോടെ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ശരിയായി പ്രതികരിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമോഷണലി സ്ട്രോങ് ആകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിനുവേണ്ടി നമ്മൾ ഇനി ഒരു ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ വളരെ ധൈര്യത്തോടെ നമുക്ക് പറയേണ്ടത് ഉറക്കെ വിളിച്ച് പറയുക. അവരെന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പോഴും കാണാം എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ പറയാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എപ്പോഴും എടുക്കാൻ നമ്മൾ തീരുമാനിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ പോയിന്റ് നെഗറ്റീവ് പീപ്പിൾസിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. പല ആൾക്കാർ പല അഭിപ്രായം പറയും. നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും നമ്മളെ യാതൊരു കാര്യവും ഇല്ലാതെ പിറകോട്ട് വലിക്കാൻ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അത് നമ്മളെ ഇമോഷണലി വീക്ക് ആക്കാനേ സഹായിക്കുള്ളൂ. അവരങ്ങനെ പറയുമ്പോൾ അയ്യോ അതങ്ങനെ ആയിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എന്തായി തീരുമെന്ന് നമ്മളെ കൂടെയുള്ള പല നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും നമുക്ക് ഇങ്ങനെയാവും അങ്ങനെയാവുമെന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്, അതെന്താണെന്ന് പോലും ചിന്തിക്കാതെ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള ആൾക്കാരെ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുക. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇമോഷണലി സ്ട്രോങ് ആവാം, അല്ലെങ്കിൽ അവരെന്ത് പറയും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. 7ാമത്തെ പോയിന്റ് സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല, നോക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ സമയത്ത് ഫുഡ് കഴിക്കുക, സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക, വായന ഇഷ്ടമുള്ളവരാണെങ്കിൽ ബുക്ക് റീഡിങ് നമ്മളെ വളരെയധികം റീഡിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളത് എന്താണ്, ബുക്ക് റീഡിങ്ങും എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നതും, ഇത് രണ്ടും നമുക്ക് കുറേ ഒരു വലിയൊരു ലോകം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുറേ ആക്കുന്ന കാര്യങ്ങളാണ്. സമയത്ത് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. 8ാമത്തെ പോയിന്റ് പരാജയങ്ങളിൽ നിന്നും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു എക്സാം എഴുതി, അത് ഞാൻ തോറ്റുപോയി, അതുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ആ പരീക്ഷ എഴുതില്ല എന്ന് തീരുമാനിക്കരുത്. പകരം എനിക്ക് എവിടെയാണ് തോൽവി സംഭവിച്ചത്, എന്തായിരുന്നു എൻ്റെ വീക്ക് പോയിന്റ്, ഏത് പോർഷനാണ് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോയത് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എക്സാം പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അടുത്ത എക്സാമിന് വരുന്ന പല ആൾക്കാരും ഫസ്റ്റ് ടൈം വരുന്നതാണ്, പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എഴുതി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് കുറേ കൂടെ ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഇമോഷണലി നമ്മൾ ഡൗൺ ആവാതെ വളരെ ധൈര്യത്തോടെ വളരെ ബോൾഡായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. 9th പോയിന്റ് സ്വയം സന്തോഷിക്കുക എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. മറ്റൊരാൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം വരും, അയാൾ ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇങ്ങനെയുള്ള രീതിയിൽ ഒരിക്കലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ലൈഫിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കണം.
എപ്പോഴും ധാരാളം ചിരിക്കാൻ ശ്രമിക്കുക. കൂടെയുള്ള ഫ്രണ്ട്സ് തമാശ പറയുമ്പോൾ തമാശകൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിരിക്കുന്ന കോമഡി ഷോസ് അങ്ങനെ എന്തെങ്കിലും ടി വിയിലിരുന്ന് കാണുക. കോമഡി ബുക്സ് വായിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കി കളയരുത്. ചിരി അല്ലെങ്കിൽ മൈൻഡിന് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇമോഷണലി വളരെ സ്ട്രോങ് ആവും, വളരെ കോൺഫിഡൻസ് തോന്നും. എന്ത് കാര്യങ്ങൾ വന്നാലും ആകാശം ഇടിഞ്ഞ് വീണാലും നമുക്ക് നോക്കാം എന്നൊരു ഫീലിംഗ് നമുക്ക് നമ്മുടെ മൈൻഡിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. 10th പോയിന്റ്, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നതാണ്. ഇപ്പോൾ എൻ്റെ ജീവിതം നന്നാക്കി തരാൻ മറ്റൊരാൾക്ക് പറ്റില്ല. എന്നെ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ ടീച്ചറിന് പറ്റില്ല. ടീച്ചറിന് എന്നെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. പഠിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പാടുന്നൊരു കുട്ടിയാണ്. എല്ലാ പാട്ടും എനിക്ക് പഠിപ്പിച്ചു തരാൻ ഒരു മ്യൂസിക് ടീച്ചറിനും പറ്റില്ല. ടീച്ചറിന് എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ നന്നായിട്ട് പാടാൻ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. മറ്റൊരാൾ എനിക്ക് ചെയ്തു തരും എന്നുള്ള ചിന്തകൾ കളയുക. എൻ്റെ ജീവിതത്തിൽ എനിക്കും എല്ലാത്തിനും കഴിയും, എനിക്കേ കഴിയുകയുള്ളൂ, എൻ്റെ ജീവിതം എൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് പോകേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് വിചാരിച്ചിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത 11th പോയിന്റ്, ഇത് ഒരു പോസിറ്റിവിറ്റി റേഷ്യോ അതിനെ പറ്റിയാണ്. ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു പോസിറ്റിവിറ്റി റേഷ്യോ എപ്പോഴും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആകണമെങ്കിൽ നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ആ ഒരു ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്യാൻ പഠിക്കുക. നമ്മളത് കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിന് കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് വരികയാണ്, അതായത് പേടി, ദേഷ്യം, അലസത, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഈ നെഗറ്റീവ് ഇമോഷൻസ് തന്നെയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പോസിറ്റീവ് ഇമോഷൻസിനെ പറ്റി ചിന്തിക്കുക. അതായത് പോസിറ്റീവ് ഇമോഷൻസ് മീൻസ് സ്നേഹം, സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രതീക്ഷ, അതൊക്കെ നമുക്ക് വളരെ നമ്മളുടെ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഫീലിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് 3 അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് ഈ പോസിറ്റീവ് ഇമോഷൻസിനെ പറ്റി ഒരുപാട് ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരുപാട് അതിനെപ്പറ്റി അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ നെഗറ്റീവ് ഇമോഷൻസ് എപ്പോഴും ഇങ്ങനെ വരുന്നത് മെൻ്റലി നമുക്ക് നല്ലതല്ല. നമുക്ക് ലൈഫ് വളരെയധികം സ്ട്രെസ്ഫുൾ ആക്കാനേ അത് സഹായിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മനഃപൂർവ്വം അതിനെയൊക്കെ മറന്നു കളഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് മൈൻഡിനെ റിഫ്രഷ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഉള്ള നെഗറ്റീവ്സിനെയൊക്കെ കഴുകിക്കളയാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇങ്ങനെ ചിന്തിക്കാൻ മൈൻഡിനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ കുറേ പ്രാവശ്യം ഇതുപോലെ ഉള്ള സിറ്റുവേഷൻസിൽ അത് ട്രെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ മൈൻഡിൽ ആ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മനസ്സിൽ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ ഒരു രീതിയിലും നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വളരെ ഹാപ്പി മൊമെൻറ്റ്സ്, നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്നേഹമുള്ള വാക്കുകൾ, അവരുടെ കെയറിങ്, ഇതൊക്കെ കണ്ണടച്ചൊന്ന് നമ്മളൊന്ന് ഓർക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഓർമ്മകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി ഹാപ്പിനെസ് വരുമ്പോൾ ലൈഫ് എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നുള്ളത് കണ്ണടച്ചൊന്ന് നമ്മൾ വിഷ്വലി ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതും നമ്മളെ വളരെ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നല്ല തോട്ട്സ്, നല്ല പാഠങ്ങളൊക്കെ ലൈഫിൽ നിന്ന് പഠിക്കുക. അതിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇമോഷണലി സ്ട്രോങ് ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമോഷണലി ഇനി ഞാൻ ആരുടെ മുമ്പേയും പഴയ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കരയില്ല, കണ്ണീരൊഴിക്കില്ല. അപ്പോഴൊക്കെ ഞാൻ വളരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ഞാൻ അതിനെ പിടിച്ചു നിർത്തും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം മാക്സിമം നമ്മൾ ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ പരിശ്രമം ഒരു ദിവസം നമ്മളെ ലക്ഷ്യത്തിൽ ചേർക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസം നേരുന്നു. നന്ദി.